ഇതാണ് ദർശന്റെ സ്പെഷ്യൽ കോളിഫ്ലവർ. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ദർശൻ മോം. ഇന്നപ്പോ ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ കോളിഫ്ലവർ ചില്ലി ഫ്രൈ വറക്കാൻ പോണത്. ആവശ്യത്തിന് വേണ്ടി സാധനങ്ങളൊക്കെ നോക്കാം. കോളിഫ്ലവർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുട്ട, ഉപ്പ്, കടലപ്പൊടി, വെള്ളം. ഇനി നമുക്ക് എങ്ങനെ നോക്കാം സാധനം. ഞാൻ ഇതുപോലത്തെ കോളിഫ്ലവർ ഇടാൻ പോവാ. ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. എന്താ ഉണ്ടാക്കാൻ പോണത് പറഞ്ഞില്ലല്ലോ. കോളിഫ്ലവർ വറക്കും. ആവശ്യത്തിന് ഇട്ടു. കോളിഫ്ലവർ ഇട്ടു. മുളക് പൊടി കഴിക്കാ. പിന്നെ വേണ്ടതൊരു മുളക് പൊടി. ഓക്കെ, എത്ര വേണം? ഓ നീട്ടോ 2 ടീസ്പൂൺ. ഓക്കെ, ഒറ്റ മതിരാ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്ക. മഞ്ഞൾപ്പൊടി ചേർക്ക. ഇതിലേക്ക് മുട്ട ചേർക്ക. ഇതിലേക്ക് ഉപ്പ് ചേർക്ക 2 ടീസ്പൂൺ. കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഒക്കെ എങ്ങനെയൊക്കെ ഇനി ഞാൻ പറഞ്ഞു മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കോളിഫ്ലവർ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പൊടി ചേർക്കാനായിട്ട് ഇതുള്ളൂ. കടലപ്പൊടി ചേർക്കാറുണ്ട്. കൈ കഴുകിട്ട് പറഞ്ഞു. കയ്യേ കേട്ടെ. ഇതിലേക്ക് കടലപ്പൊടി ചേർക്കാം. എത്ര സ്പൂണാ? 5. 1, 4, 5. ഇതിലേക്ക് ഉപ്പ് ചേർക്ക. ഇതിലേക്ക് വെള്ളം ചേർക്കാം. മതിയാ. ഞാൻ ചപ്പാത്തി പോലെ കഴിക്കുന്നത്. കോളിഫ്ലവർ നല്ല കോട്ടിങ്, തിക്ക്. വെള്ളം വെച്ചെടുക്ക. അപ്പൊ നമ്മളുടെ കായത്തിന്റെ പൊടി ചേർക്കോ. കായത്തിന്റെ പൊടി എടുത്തിടോ. കായത്തിന്റെ പിന്നെ വേണ്ടത് കായം ബജിയിലേക്ക് സാധനം. മധുരസേവ ഉണ്ടാക്കാനായിട്ട് മിക്സറില് പക്കോടയില് മുളക് ബജി, മുട്ടയുടെ ബജി ഉണ്ടാക്കാനായിട്ട് മുളക് ബജി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ കടലപ്പൊടിയില് കോളിഫ്ലവറിന് നല്ല മാവ് ഇതുകൂടി ചേർക്കാം. ഇതിലേക്ക് തിക്ക് കോട്ടിങ്ങിന് നല്ല മാവ്, ക്രീമിയ ഗ്രേവിയ തിക്കായിട്ടാ. കടലപ്പൊടിയും ഉപ്പും വെള്ളവും കായത്തിന്റെ പൊടിയും റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഇതിലേക്ക് കടലമാവും മിക്സറും പക്കോടയും മുറുക്കിന്റെ മധുരസേവയുടെ അല്ല, ഞാന് മുളക് ബജിയുടെ, മുട്ട ബജിയുടെ, പൊട്ടറ്റോ ബജിയുടെ ഞാൻ തിക്ക് നല്ല സെയിം ആയിട്ട് തിക്ക് പോലെ ഇട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ മാവ് കോളിഫ്ലവറിന്റെ ആയിരുന്നു. ഞാൻ കോളിഫ്ലവറിന്റെ നല്ല തിക്കായിട്ട് മാവ് റെഡി ആയിട്ടുണ്ട്. ലൂസായി തിക്ക് മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വെച്ചിരിക്കുന്നത് കോളിഫ്ലവറിന്റെ മാവ് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ കോളിഫ്ലവറിന്റെ മാവ് ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. കോളിഫ്ലവർ നല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർക്കാം. നല്ല മാവിന്റെ രുചി. അപ്പൊ നമ്മളുടെ കോളിഫ്ലവറില് മിക്സ് ചെയ്ത് ചേർത്തു. കടലപ്പൊടി ചേർത്ത് റെഡി ആയിട്ടുണ്ട്. കായത്തിന്റെ പൊടി ചേർത്തു. ഇതിലേക്ക് റെഡി. ഇത് ഓക്കെ.
വാവ്, ഇതാണ് ദർശിന്റെ സ്പെഷ്യല് കോളിഫ്ലവർ ഓക്കെ. മാവ്. കൈ ആയിക്കട്ടെ. അപ്പൊ നമ്മളുടെ കോളിഫ്ലവർ മിക്സ് ചെയ്ത സമയത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ വറക്കാം. ചൂടായ ഞാനിത് പോലത്തെ ആരുണ്ടാക്കുന്നത് പോലെ ആരാ? മിയ ചേച്ചിയാ? നല്ല ബ്ലാബട്ട് കിട്ടിയത്. ഇങ്ങനെ ചേച്ചി പ്ലേപ്പെട്ട ഞാൻ കൊറേ വീഡിയോസ് എടുത്തിട്ട് ബ്ലാബട്ട് കിട്ടും. റെഡ് വെൽവെറ്റ് കോളിഫ്ലവർ ബ്രൗൺ കളർ ബ്രൗൺ കളറായ മുരിക്ക. അപ്പൊ നമ്മളുടെ കോളിഫ്ലവർ വറുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ദർശിന്റെ സ്പെഷ്യല് കോളിഫ്ലവർ. ഇതെടുത്തോട്ടെടാ. അപ്പൊ കോളിഫ്ലവർ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ കോളിഫ്ലവർ വറുത്തെടുത്തിട്ട് മുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, വറ്റൽമുളക് വറ്റൽമുളക് ചേർക്കാം, പിന്നെ കറിവേപ്പില ചേർക്കാം. കഴിഞ്ഞ പരിപാടി കഴിക്കാറായ? അപ്പൊ നമ്മളുടെ കോളിഫ്ലവർ വറുത്തിട്ട് റെഡി ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി ഉണ്ട്. കഴിച്ചോക്കാം. അപ്പൊ കഴിക്കാം. കഴിച്ചോക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്കി പറയും. ടേസ്റ്റ് നോക്കാം. അപ്പൊ കഴിച്ചോ. കഴിക്കാം. നീ കഴിക്കാം. അപ്പൊ കഴിച്ചോ.